പ്രേംലാലെ, നമുക്കറിയാം IPL താരലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് അൺക്യാപ്ഡ് കളിക്കാർക്കായി കോടികൾ എറിഞ്ഞുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ചില ഇന്ത്യൻ കളിക്കാർ ചില ചില ഇന്ത്യൻ കളിക്കാരെ താരലേലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കോടികൾ മുടക്കിയാണ് സ്വന്തമാക്കിയതെന്ന് പറയുന്നു. ബാക്കി എന്തെല്ലാം IPL താരലേലത്തിൽ ഏതെല്ലാം കളിക്കാരാണ് ആ, വൻ തുകക്ക് ടീമുകൾ സ്വന്തമാക്കി? നമുക്കറിയാം, മലയാളി താരം വിഘ്നേഷ് പുത്തൂർ രാജസ്ഥാൻ റോയൽസിന് 30 ലക്ഷം രൂപ അടിസ്ഥാന വിലയിട്ട് രാജസ്ഥാൻ റോയൽസ് വിഘ്നേഷ് പുത്തൂരിനെ സ്വന്തമാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കിതിനെ എങ്ങനെ വിലയിരുത്താം? തുഫയിലെ ഇന്നലെ നടന്ന താരലേലത്തില് 359 താരങ്ങളാണ് പങ്കെടുത്തത്. അതില് 246 പേർ ഇന്ത്യൻ താരങ്ങൾ, ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുത്തവരടക്കം 246 ഇന്ത്യൻ താരങ്ങളും 113 വിദേശ താരങ്ങളും. അതിൽ 77 പേരെയാണ് ഇതുവരെ ലേല നടപടികൾ പൂർത്തിയായത്. അതില് 29 വിദേശികൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതില് കാമറോൺ ഗ്രീൻ എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ ഓൾറൗണ്ടർ IPL ചരിത്രത്തിലെ തന്നെ ഒരു വിദേശ താരത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലമായ 25.20 25 കോടി 20 ലക്ഷം രൂപയ്ക്ക് KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അദ്ദേഹത്തെ വാങ്ങി. അപ്പോ കഴിഞ്ഞ വർഷം ക്ഷമിക്കണം 2024 കൊൽക്കത്ത തന്നെ മിച്ചൽ സ്റ്റാർക്കിന് വേണ്ടി കൊടുത്ത 24.75 കോടി എന്ന റെക്കോർഡാണ് ഇപ്പൊ ഒരു വിദേശ താരത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം. ഇത് കാമറോൺ ഗ്രീൻ ഇപ്പൊ മറികടന്നത്. പക്ഷെ നമുക്കറിയാം IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം കഴിഞ്ഞ സീസണില് മറ്റേ ലക്നൗ സൂപ്പർ ജയൻസ് ഋഷഭ് പന്തിന് വേണ്ടി മുടക്കിയ 27 കോടിയാണ്. തൊട്ടു പിന്നാലെ പഞ്ചാബ് കിംസിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് വേണ്ടിയിട്ട് 26.75 കോടി രൂപയും അവർ മുടക്കി. ഇതൊക്കെയാണ് ടോപ്പ് IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം. പക്ഷെ കാമറോൺ ഗ്രീനും അതിന്റെ തൊട്ടടുത്ത് തന്നെ എത്തി. പിന്നെ ഈ സീസണിലെ ഏറ്റവും ശ്രദ്ധേയമായത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ചിരുന്ന മതീഷ പതിരണ എന്ന് പറയുന്ന ശ്രീലങ്കയുടെ പേസ് ബോളർ 18 കോടി രൂപയ്ക്ക് അദ്ദേഹത്തെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തന്നെ വാങ്ങി എന്നുള്ളതാണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ IPL താരലേലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറിയത് ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയ 2 സൂപ്പർ വിളികളാണ്. അത് നടത്തിയിരിക്കുന്നത് ഒന്ന് കാർത്തിക് ശർമ്മ എന്ന് പറയുന്ന ഒരു താരം, മറ്റൊന്ന് പ്രശാന്ത് വീർ. ഇപ്പൊ രണ്ടുപേർക്കും വേണ്ടിയിട്ട് 14.20 കോടി വീതം, ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൊത്തം 28.40 കോടി രൂപ രണ്ട് ആഭ്യന്തര താരങ്ങൾ. അവരെ ഇതുവരെ ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീം ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് കണ്ടിട്ടില്ല. അവരെ ഇത്രയും പണം മുടക്കിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വാങ്ങിയിരിക്കുക. അപ്പൊ ഇവര് മാത്രമല്ല, വേറെ 2 താരങ്ങൾ കൂടി ഇതേപോലെ പ്രതിഫലത്തിന്റെ പേരിൽ വാർത്തകളിൽ നിറയുന്നുണ്ട്. അതൊന്ന് അക്യുബ് ദർ എന്ന് പറയുന്ന ഒരു ബോളറാണ്, മറ്റൊന്ന് മങ്കേഷ് യാദവ് എന്ന് പറയുന്ന മറ്റൊരു ഓൾറൗണ്ടർ. അപ്പോ എന്താണ് ഇവർക്ക് ഇത്ര വലിയ ഒരു പ്രതിഫലം കിട്ടാനുള്ള കാരണം? അതിന് കാരണമുണ്ട്. കഴിഞ്ഞ സീസണില് രാജസ്ഥാൻ റോയൽസ് അവര് നമ്മുടെ അഭിനവ് സൂര്യവംശി എന്ന് പറയുന്ന വെറും 14 വയസ്സുള്ള ഒരു പയ്യന് വേണ്ടിയിട്ട് 1.10 കോടി രൂപ ചെലവാക്കി. പക്ഷെ ആ ഒരു ട്രെൻഡ് വെറും ഇത്രയും പൈസ ചെലവാക്കുന്നതിന്റെ കാര്യമെന്ത്? അതിന്റെ ഉത്തരം കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസ് IPL ടീം അധികൃതരെ ബോധ്യപ്പെടുത്തി. ഇത് വലിയൊരു ഹിറ്റായിരുന്നു. കാര്യം അദ്ദേഹം ലോകോത്തര ബോളർമാരെയൊക്കെ നിഷ്കരണം തല്ലി സെഞ്ചുറി അടക്കം നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ അതേ സ്ഥിതി നമ്മുടെ ഇന്ത്യയില് പ്രതിഭാ ധാരാളിത്തം ഉള്ള ഒരു രാജ്യമാണ് ക്രിക്കറ്റിന്റെ കാര്യത്തിൽ. അപ്പൊ ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ പ്രതിഭാശാലികളായ നിരവധി ക്രിക്കറ്റർമാർ ആഭ്യന്തര ലീഗുകളിൽ കളിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം IPL ടീമുകൾക്ക് ഉണ്ടായി കഴിഞ്ഞ സീസണോടുകൂടി ഉറപ്പാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഈ ടാലന്റ് ഹണ്ട് എന്ന് പറയുന്നത് കുറെ കൂടി കാര്യക്ഷമമായിട്ട് IPL ടീമുകൾ അത് എടുത്തു എന്നുള്ളതിന് തെളിവ് കൂടിയാണ് ഈ 2 അൺക്യാപ്ഡ് പ്ലേയേഴ്സിന് ഇത്ര വലിയ പ്രതിഫലം കിട്ടാനുള്ള കാരണം. അപ്പൊ അതിൽ കാർത്തിക് ശർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിക്കറ്റ് കീപ്പറാണ്. 19 വയസ്സ് മാത്രമുള്ള ഒരു വിക്കറ്റ് കീപ്പർ. ഇപ്പോ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൽ വിക്കറ്റ് കീപ്പർമാരുടെ ധാരാളിത്തമാണ്. ഒന്ന് 40 വയസ്സ് പിന്നിട്ട ധോണി അവിടെ ഒരു അധികായനെ പോലെ നിൽക്കുന്നു. നമ്മുടെ സഞ്ജു സാംസൺ 31 വയസ്സ്, അദ്ദേഹം ആ ടീമിനെ ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ക്യാപ്റ്റൻ പോലെ ആയേക്കാം. പിന്നെ ഉർവിൽ പട്ടേൽ എന്ന് പറയുന്ന കഴിഞ്ഞ സീസണിലെ താരോദയമായ ഒരു വിക്കറ്റ് കീപ്പർ. അതിന്റെ കൂടെയാണ് ബോണസ് എന്ന രീതിയിൽ നമ്മൾ കാർത്തിക് ശർമ്മ എന്ന് പറയുന്ന 19 വയസ്സുകാരൻ കൂടി വരുന്നത്. ഇപ്പൊ രാജസ്ഥാന് വേണ്ടി ആഭ്യന്തര മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള ഈ കാർത്തിക് ശർമ്മ ലിസ്റ്റ് എ 2020 ക്രിക്കറ്റ് മത്സരങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള കളിക്കാരനാണ്. ഫസ്റ്റ് ക്ലാസ്സില് 11 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, 11 ഇന്നിങ്സ് കളിച്ചിട്ട് 479 റൺസ്, 43.54 ശരാശരിയിൽ അത്രയും റൺസ് വാരിയിട്ടുണ്ട്. അതിൽ തന്നെ 3 സെഞ്ചുറി ഉണ്ട്. ഇനി ലിസ്റ്റ് എ മത്സരങ്ങളില് 9 മത്സരങ്ങളിൽ നിന്ന് 445 റൺസ് നേടിയിട്ടുണ്ട്. ശരാശരി 55.62 ആണ്.
അതിൽ 2 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയുമുണ്ട്. പിന്നെ 12 T20 മത്സരങ്ങളാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത്. 334 റൺസ്, 163 സ്ട്രൈക്ക് റേറ്റും ഉണ്ട്. അപ്പൊ ഈ കാർത്തിക് ശർമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് വലിയ മത്സരം നടത്തിയിട്ടാണ് അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിച്ചത്. ഇപ്പൊ വെറും 30 ലക്ഷം രൂപയായിരുന്നു അടിസ്ഥാന വില. അപ്പോ തുടക്കമിട്ടത് മുംബൈ ഇന്ത്യൻസ് ആണ്. പിന്നെ ലക്നൗ സൂപ്പർ ജയൻസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇവരുമായിട്ട് മത്സരിച്ചിട്ടാണ് ഒടുവിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ കാർത്തിക് ശർമ്മയെ ടീമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് കൂടി ഓർക്കണം. മറ്റൊരു താരം ചെന്നൈ സൂപ്പർ കിങ്സ് വാങ്ങിയെടുത്തത് പ്രശാന്ത് വീർ. അദ്ദേഹത്തിനും 14,20,00,000 രൂപയാണ് മുടക്കിയിരിക്കുന്നത്. അപ്പൊ ഈ പ്രശാന്ത് വീറിന് വേണ്ടിയിട്ടും മുംബൈ ഇന്ത്യൻസും ലക്നൗ സൂപ്പർ ജയൻസുമാണ് ആദ്യം വിളി തുടങ്ങി. 30 ലക്ഷം രൂപയിൽ തുടങ്ങിയ വിളി ആണ് 14,20,00,000 എത്തിയത്. പിന്നീട് ലക്നൗ സൂപ്പർ ജയൻസും ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് മത്സരമായി. പിന്നീട് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും പിന്നെ ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടൊക്കെ മത്സരം നടത്തിയാണ് ഈ 14,20,00,000 രൂപയിലേക്ക് ഈ. ഇപ്പൊ UP-യിലെ അമേത്തിയിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത്. 20 വയസ്സാണ്. ഒരു ഇടംകയ്യൻ സ്പിന്നർ ഓൾറൗണ്ടർ കൂടിയാണ് ഇദ്ദേഹം. അപ്പോ ഈ നമുക്കറിയാമല്ലോ, ചെന്നൈ സൂപ്പർ കിങ്സ് രവീന്ദ്ര ജഡേജയെ ഈ സീസണിൽ അവർ ഒഴിവാക്കി. ഒരു രാജസ്ഥാൻ റോയൽസിന് രവീന്ദ്ര ജഡേജയെ കൈമാറി. അപ്പൊ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തനായ ഒരു കളിക്കാരൻ എന്ന നിലയിലാണ് ഇദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ഒരു ഇടംകയ്യൻ ബോളറുമാണ്, സ്പിന്നർ ബോളറുമാണ്, ഒരു ഇടംകയ്യൻ ബാറ്റ്സ്മാനും കൂടിയാണ് ഇദ്ദേഹം. അപ്പൊ UP-യിലെ ആഭ്യന്തര T20 ലീഗില് നോയിഡ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട് 7 മത്സരങ്ങളിൽ നിന്ന് 112 റൺസ്, അത് 167 സ്ട്രൈക്ക് റേറ്റിൽ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. അതുകൂടാതെ 9 T20 മത്സരങ്ങളിൽ നിന്ന് 12 വിക്കറ്റ്, 6.45 ആണ് ഇത് റണ്ണ് വിട്ടുകൊടുക്കുന്നതിന്റെ ആവറേജ് ആയിട്ട് കണക്കാക്കുന്നത്. പിന്നീട് വന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു താരം അക്കിബ് ദർ എന്ന് പറയുന്ന കശ്മീരിൽ നിന്നുള്ള ഒരു സ്വിംഗ് ബോളറാണ്. ഇദ്ദേഹം ഈ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അവസാന ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്താൻ മിടുക്കൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോ ദുലീപ് ട്രോഫിയില് 4 ബോളിൽ നിന്ന് 4 വിക്കറ്റ് വീഴ്ത്തിയാണ് ഇദ്ദേഹം സെലക്ടർമാരുടെയൊക്കെ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. 29 വയസ്സുണ്ട്. കുറച്ച് വൈകിയാണ് ഇദ്ദേഹം IPL-ൽ പ്രവേശനം നേടുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം. പിന്നെ രഞ്ജി ട്രോഫിയിലും നല്ല പ്രകടനം കാഴ്ചവെച്ചു. ഈ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയില് 15 വിക്കറ്റ് 7 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോ അതിന്റെ റണ്ണ് വിട്ടുകൊടുക്കുന്ന ശരാശരി 8-ൽ താഴെയുമാണ്. അപ്പൊ ഇത്രയും പരിഗണന വെച്ചുകൊണ്ടാണ് ഈ അക്കിബ് ദറിന് വേണ്ടി കശ്മീർ പോലെ അത്ര അപ്രസക്തമായ ഒരു സ്ഥലത്ത് നിന്ന്, ഒരു ക്രിക്കറ്റ് സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം ഇപ്പോൾ ഒരു താരോദയമായി മാറുന്നത്. പിന്നെ വാർത്തകളിൽ എല്ലാം പിടിച്ച താരമാണ് മങ്കേഷ് യാദവ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് ഈ മങ്കേഷ് യാദവിനെ 5,20,00,000 രൂപയ്ക്ക് വാങ്ങിയെടുത്തേക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ അക്യുബ് ദറിന് 8,40,00,000 രൂപയാണ് പ്രതിഫലമായിട്ട് കിട്ടുന്നത്. ഡൽഹിയാണ് അദ്ദേഹത്തെ വാങ്ങിയത്. മങ്കേഷ് യാദവിനെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 5,20,00,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ഈ സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ട് നല്ല മത്സരം നടത്തിയാണ് RCB ഇദ്ദേഹത്തെ ടീമിൽ എത്തിച്ചത്. അപ്പൊ മധ്യപ്രദേശിന് വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു ഇടംകയ്യനാണ് ഇദ്ദേഹം. 30 ലക്ഷം മാത്രമായിരുന്നു അടിസ്ഥാന വില. പക്ഷെ അതാണ് 5,20,00,000 എത്തിയത്. ഇദ്ദേഹം ഒരു യോർക്കർ സ്പെഷ്യലിസ്റ്റ് ആണ്. പിന്നെ മധ്യപ്രദേശിന്റെ ആഭ്യന്തര T20 ലീഗിലെ ഗാളിയാർ ചീറ്റാസ് എന്ന് പറയുന്ന ടീമിന് വേണ്ടി കളിച്ചിട്ട് 21 ഓവർ എറിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 14 വിക്കറ്റ് ഇദ്ദേഹം നേടിയിട്ടുമുണ്ട്. അപ്പോൾ 4 തവണ 4 വിക്കറ്റ് പ്രകടനം ഇതിനിടയിൽ കാഴ്ചവെച്ചിട്ടുമുണ്ട്. അപ്പോൾ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ 2 മത്സരങ്ങൾ ഇദ്ദേഹം കളിച്ചപ്പോൾ 3 വിക്കറ്റ് നേടി. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായത്, 12 പന്തിൽ നിന്ന് 28 റൺസും ഒരു മത്സരത്തിൽ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യാനും ശേഷിയുള്ള ഒരാളെ കൂടിയാണ് മങ്കേഷ് യാദവ്. അപ്പോ ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ശ്രദ്ധേയമായി വന്ന മറ്റൊരു ലേലം വന്നത് രവി ബിഷ്ണോയിയുടെ കാര്യത്തിലാണ്. രവി ബിഷ്ണോയിനെ രാജസ്ഥാൻ റോയൽസ്, അവരെ നമ്മളെ അറിയാലോ, പണ്ട് ചഹൽ ഉണ്ടായിരുന്നപ്പോ അശ്വിൻ ചഹൽ സഖ്യം എന്നതുപോലെ ഇപ്പൊ അവിടെ രവീന്ദ്ര ജഡേജ വന്നു. അപ്പൊ രവീന്ദ്ര ജഡേജയ്ക്ക് കൂട്ടായിട്ട് ഇനി രവി ബിഷ്ണോയി വരും എന്നുള്ളതാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് പോലും രവി ബിഷ്ണോയിനെ ഒഴിവാക്കിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പ്രശാന്ത് വീർ അദ്ദേഹത്തെ വിളിച്ചെടുത്ത് എന്നുകൂടി ഓർക്കണം. അപ്പൊ രവി ബിഷ്ണോയ് 7,20,00,000 രാജസ്ഥാൻ റോയൽസിന്റെ അംഗമായി. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ വിളി വന്നത് ഈ മുസ്താഫിസുർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശി ബോളർക്കാണ്. അദ്ദേഹം ഇടക്ക് അദ്ദേഹത്തിന്റെ താരമൂല്യമൊക്കെ ഇടിഞ്ഞു നിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ 9,20,00,000 രൂപയ്ക്കാണ് മുസ്താഫിസുർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ എത്തിച്ചത് എന്നുള്ളത് കൂടി ഓർക്കണം. ഏതായാലും വളരെ സംഭവബഹുലമായിരുന്നു IPL താരലേലം എന്ന് പറയാം. പിന്നെ അതിൽ ശ്രദ്ധേയമായ മറ്റൊരു സംഗതി, നമ്മുടെ വിഘ്നേഷ് പുത്തൂറിനെ 30 ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ടീമിൽ എത്തിച്ചു. അതേപോലെ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോയ മറ്റൊരു സംഗതി, നമ്മുടെ മലയാളി താരമായ വിഷ്ണു വിനോദ്
അദ്ദേഹത്തെ നേരത്തെ ഉണ്ടായിരുന്ന അടിസ്ഥാന വില ഏതാണ്ട് 94 ലക്ഷം രൂപയോ മറ്റോ അതിൽ തന്നെ നിലനിർത്തി പഞ്ചാബ് കിങ്സ് റീറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് IPL-ലുമായി ബന്ധപ്പെട്ട ലേലവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ. ഏതായാലും അൺക്യാപ്ഡ് പ്ലേയേഴ്സിന് ഇത്രയും പണം മുടക്കാൻ തയ്യാറായി കിങ്സ് എങ്കിൽ അവരെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് ഒരു ദുഷ്പേര് നേരത്തെ ഉണ്ടായിരുന്നു, വയസ്സന്മാരുടെ പട. കാരണം മിക്ക കളിക്കാരും 30 വയസ്സിന് മുകളിലുള്ള കളിക്കാരാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഇതുവേണ്ടി കളിച്ചിട്ടുള്ളത്. അതാണ് അവരുടെ മുൻകാല ചരിത്രം. പക്ഷെ അത് മാറിയിട്ട് ഒരു യുവനിരയിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ തുടക്കമായിട്ട് കൂടി ഇത് കരുതാം. ഒരുപക്ഷെ ധോണിയുടെ കാലശേഷം ഒരു യുവ ടീമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് മാറാനും ഈ താരലേലത്തിന്റെ ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് പറയാൻ സാധിക്കും.